ഒന്നെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഈ രണ്ടവസ്ഥകളിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിലാണോ ഒരു വ്യക്തി ജീവിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു ജ്ഞാനം അതെപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തോട് ചേർന്നാണോ നിൽക്കുന്നത്? അങ്ങനെ ദൈവത്തോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു അനുഭവവും ജ്ഞാനവും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇനി ദൈവത്തിൽ നിന്ന് അകന്നാണോ? ദൈവത്തിൽ അകന്നാണ് ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ആ അവസ്ഥയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ രണ്ടവസ്ഥയിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെ നമ്മളൊരു ന്യൂട്രൽ പൊസിഷനാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തിന്മയുടെ ശക്തികളെ അത് കടന്നു വരുമ്പോൾ നമുക്ക് തടയാനായിട്ട് പറ്റില്ല. ഈ രണ്ടവസ്ഥകളെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാതെ ഒരു ന്യൂട്രൽ പൊസിഷനിൽ ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെന്താ പറയുന്നതെന്നറിയാമോ? ദൈവമെല്ലാം കാണുന്നു, ദൈവമെല്ലാം നോക്കുന്നു, ദൈവമെല്ലാം അറിയുന്നു, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പ്രത്യേകമായിട്ടൊരു ആത്മീയ കാര്യവും ഒരു ആത്മീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഒരു തിന്മയുടെ ശക്തിയോ ഒരു അന്ധകാര ശക്തിയോ ഒരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കടന്നു വരുമ്പോൾ അതിനെ തരണം ചെയ്യാനോ അതിനെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തിന്മയുടെ ശക്തിയെ ബ്ലോക്ക് ചെയ്യാനോ സാധിക്കുകയില്ല. ഇനി ആ രണ്ടവസ്ഥകളെക്കുറിച്ചുള്ള ജ്ഞാനം അതുണ്ടാകണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ആദ്യത്തെക്കുറിച്ച് പറയാം. കർത്താവിനോട് ചേർന്നാണോ ഒരു വ്യക്തി ജീവിക്കുന്നതെന്നുള്ള ഒരു അറിവും അനുഭവവും ബോധ്യവും എപ്പോഴും ഒരു വ്യക്തിക്കുണ്ടായിരിക്കണം. ഇനി കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. സൗഖ്യങ്ങളാണോ, ഹീലിംഗ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക മേഖലയിലുള്ള ഉയർച്ചകളാണോ? ഇതൊന്നുമല്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും ആനന്ദമാണ്. ഇത് ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് 73-ാം സങ്കീർത്തനത്തിൻ്റെ 28-ാം തിരുലിഖിതം കർത്താവിൻ്റെ വചനപ്രകാരം പറയുന്നത്, എന്തെന്നാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നത് ഒരു വലിയ ആനന്ദമാണ്, ഒരു വലിയ സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു സന്തോഷം. അത് നമ്മുടെ ആത്മീയ മേഖലകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയണം. ആ ഒരു ജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നാണോ ജീവിക്കുന്നത് എന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിലും അശുദ്ധിയിലുമാണ് ജീവിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവും ജ്ഞാനവും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തി കർത്താവിലേക്ക് കടന്നു വരാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു ബോധ്യം ഇല്ലെങ്കിൽ എങ്ങനെ കർത്താവിലേക്ക് കടന്നു വരാനുള്ള ഒരു ആഗ്രഹവും അതിനു വേണ്ടിയിട്ട് എങ്ങനെ പരിശ്രമം നടക്കും? ഒരിക്കലും അതിനു വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് പരിശ്രമിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് കർത്താവിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നതെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം, ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ ജീവിതകാലത്തിൽ ഒരിക്കലും കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ആ കർത്താവിനെ അനുഭവിക്കാനോ ആ സന്തോഷം അനുഭവിക്കാനോ ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിക്കാനോ ആ വ്യക്തിക്ക് സാധിക്കില്ല. അതുകൊണ്ട് പറയുകയാണ്, തിരിച്ചറിവ് എന്ന് പറയുന്നത് അത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുലിഖിതത്തിലേക്ക് നോക്കിക്കേ. അവിടെ കാണാനായിട്ട് സാധിക്കും, ധൂർത്തപുത്രൻ അവൻ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയി ഇങ്ങനെ കുറച്ചു കാലമൊക്കെ ജീവിച്ച് അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ഉണ്ടായി. എന്താണെന്നറിയാമോ? സുബോധം. അതായത് ഒരു അറിവ് കിട്ടി, ഒരു ബോധ്യം കിട്ടി, ഒരു ജ്ഞാനം കിട്ടി, അവന് സുബോധം ഉണ്ടായി. ആ സുബോധത്തിലാണ് അവൻ്റെ അനുഗ്രഹം തുടങ്ങിയത്. ആ സുബോധം ഇല്ലായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും രക്ഷപ്പെടില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനോട് ചേർന്നാണോ അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് അകന്നാണോ ജീവിക്കുന്നതെന്നുള്ള ഒരു ആത്മപരിശോധന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് തിരുനാൾ നമ്മൾ ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കാനായിട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു പ്രത്യേക അനുഗ്രഹം എന്താണെന്ന് അറിയുമ്പോൾ ജ്ഞാനം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ തിരിച്ചറിവുകൾ കിട്ടും, വലിയ മാറ്റങ്ങളുണ്ടാവും, വലിയ മാനസാന്തരങ്ങളുണ്ടാവും. ആ വലിയൊരു കൃപയ്ക്കും പരിശുദ്ധാത്മാവിൻ്റെ ധാരാളമായിട്ടുള്ള അഭിഷേകത്തിനും വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.